ഹലോ, തോട്ടക്കാരൻ വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പുതിയ ബൊഗെയിൻവില്ലയാണ്. ഈ വീഡിയോക്കകത്ത് കാണുന്നത്. നമ്മളിപ്പം ബൊഗെയിൻവില്ല സീസൺ ആകുമ്പം ഏത് ഗാർഡൻ്റെ മുന്നിൽ കൂടെ പോയാലും നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു ബൊഗെയിൻവില്ലയാണ് ഈ ഓറഞ്ച് ഫ്ലവറോട് കൂടി നിൽക്കുന്നത്. മിക്ക ഗാർഡൻ്റെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ഉണ്ടാവും. നല്ലൊരു ഓറഞ്ച് കളറാണ് ഈ ബൊഗെയിൻവില്ലയുടെ ഒരു പ്രത്യേകത. ഇതിൻ്റെ പേരാണ് ഫയർ ഒപ്പാൽ. ഫയർ ഒപ്പാൽ എന്നാണ് ഈ ബൊഗെയിൻവില്ല. ഹൈബ്രിഡ് ബൊഗെയിൻവില്ലയാണ്. ഇതിൻ്റെ പൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ തീയുടെ കളറില്ലേ, ഒരു മഞ്ഞയും ചുവപ്പും കൂടി കലർന്ന ഒരു ഓറഞ്ച്, അതാണ് ഈ ഒരു കടലാസിൻ്റെ കളർ. ഈ കടലാസ് പൂവിനകത്തുള്ള കടലാസിൻ്റെ കളറാണ്. അതെ, ഭയങ്കര അട്രാക്ഷനാണ്. നമുക്ക് ചില കളേഴ്സ് നമ്മളെ പെട്ടെന്ന് എത്ര ദൂരെ നിന്ന് നോക്കിയാലും നമുക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ കളേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കളറാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ഡിസ്പ്ലേക്ക് ആദ്യം സെലക്ട് ചെയ്യുന്ന ഒരു ബൊഗെയിൻവില്ലയും കൂടിയാണിത്. അപ്പോൾ ഈ ഫയർ ഒപ്പാൽ നല്ല എന്ന് വെച്ചാൽ ഹൈബ്രിഡ് ഇനമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പം നമുക്ക് പണ്ടത്തെ കണക്ക് സ്റ്റെമ്മിന് ഒരുപാട് വണ്ണമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ബൊഗെയിൻവില്ലയ്ക്ക് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ബൊഗെയിൻവില്ല ഇങ്ങനെ വളർത്തിയെടുക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ആദ്യത്തെ കുറച്ച് ടിപ്സ് പറയുകയാണെങ്കിൽ, ബൊഗെയിൻവില്ല എപ്പോഴും വലിയ ചട്ടികളിൽ വേണം നടാൻ. വലിയ ചട്ടികളിൽ നടുമ്പോൾ ഒരുപാട് വേരിറങ്ങുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ ചെടി വളരുകയും അതിനോടനുബന്ധിച്ച് പൂക്കൾ വരികയും ആ പൂക്കളുടെ വലിപ്പം കൂടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത്. ബൊഗെയിൻവില്ല എപ്പോഴും വലിയ ചട്ടികളിൽ മാത്രം നടുക. പിന്നെ ഈ ഹൈബ്രിഡ് ബൊഗെയിൻവില്ല എന്ന് പറയുമ്പം നമ്മൾ വലിയ ചട്ടികളിൽ നടുമ്പം നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. പഴയ ബൊഗെയിൻവില്ലയുടെ കണക്ക് നമുക്ക് നിലത്ത് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അത് നേരെ കയറി മുകളിലോട്ട് വരുമൊന്നുമില്ല. ഇതെന്ന് പറയുന്നത് തണ്ടിന് കട്ടി കുറവായതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കണം. നമ്മൾ സാധാരണ ബാംബൂ സ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാം. പിന്നെ മാക്സിമം പ്രൂണിങ് നല്ല രീതിയിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ പൂക്കളൊക്കെ കഴിയുമ്പോൾ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്തു നമ്മൾ ശരിക്കും നല്ല രീതിയിൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ബൊഗെയിൻവില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മൾ ഏത് ടൈപ്പ് ബൊഗെയിൻവില്ല ആണെങ്കിലും നല്ല ഷേപ്പോട് കൂടി നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പുതിയ പുതിയ തളിര് വരികയും ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അതാണ് രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത്. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നല്ല സൺലൈറ്റ്, നല്ല പോലെ വെയിലുള്ള സ്ഥലത്ത് വേണം നമ്മൾ ഈ ബൊഗെയിൻവില്ല എപ്പോഴും നമ്മൾ ചട്ടിയോടുകൂടി കൊണ്ടുവെക്കാനായിട്ട്. എത്രമാത്രം വെയിൽ കിട്ടുന്നു അത്രയുമാത്രം പൂക്കളുണ്ടാവും. അതും മാത്രം പോരാ, വെള്ളം വളരെ കുറച്ച് ഉപയോഗിക്കുക. വെള്ളം ഒരുപാട് ഒഴിക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ പറയുന്നത് രാവിലെയാണ് വെള്ളം ഒഴിക്കാൻ പറ്റിയ സമയം, രാവിലെ ഒഴിച്ച് കൊടുക്കുക. ഒരു നേരം ഒഴിക്കുക. പിന്നെ ചെടിക്ക് വാട്ടം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം, മണ്ണ് ഉണങ്ങുവാണെങ്കിൽ മാത്രമേ രണ്ടാമത് ഒഴിക്കാവുള്ളൂ. അത് വേണ്ടി വരത്തില്ല. ഇതാണ് നമ്മളുടെ ഫയർ ഒപ്പാലിൻ്റെ തൈകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന കണക്കാൽ ഇത് ചട്ടിക്കകത്താണ് സാധാരണ ഈ ഫയർ ഒപ്പാലിൻ്റെ തൈകൾ വരുന്ന, കവറിലൊന്നും വരില്ല. അപ്പോൾ ഈ ചട്ടിക്കകത്ത് വരുന്ന തൈകൾ നോക്കി, എല്ലാത്തിൻ്റെയും തണ്ട് നമ്മൾ കാണുന്ന കണക്കല്ല കേട്ടോ, തണ്ടിന് വളരെ കട്ടി കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തൈ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ഹായ് അടിച്ചാൽ മതി. കാറ്റലോഗും പ്രൈസ് ലിസ്റ്റും എല്ലാം വരുന്നതായിരിക്കും. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ കൊറിയർ അയച്ച് തരുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മൾ തിങ്കൾ മുതൽ വ്യാഴം വരെയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത്. സ്പീഡ് പോസ്റ്റ് ഉണ്ട്, DTDC ഉണ്ട്. ഇനി നമ്മൾ ബൊഗെയിൻവില്ലയുടെ വളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഡയമോണിയം ഫോസ്ഫേറ്റായ DAP എന്ന് പറഞ്ഞ വളം 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ചെടിയുടെ വലിപ്പം അനുസരിച്ചിട്ടാണ് നമ്മൾ DAP കൊടുക്കുന്നത്. അതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന വളമെന്ന് പറയുന്നത്. ഫാക്ടം ഫോസ് ഉണ്ടെങ്കിലും DAP ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഫാക്ടം ഫോസ് നമ്മൾക്ക് അറിയാതെ കൊടുത്തു കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകുന്നത് കൊണ്ടാണ്. അപ്പം DAP യൂസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അല്ലെങ്കിൽ വേറൊരു വീഡിയോക്കകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് DAPയുടെ യൂസും കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. Thank you for watching.